ഗൈസ്, എൻ്റെ പേര് നന്ദി. ഞാൻ IIT എൻ്റെ ഡൽഹി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫോർത്ത് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഹായ്, നിഖിൽസ്. എൻ്റെ പേര് നിക്കോളാസ്. ഞാൻ ഇപ്പോൾ IIT ഡൽഹിയിൽ ഫോർത്ത് ഇയർ എഞ്ചിനീയറിംഗ് ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ബ്രില്യൻറ്റിൽ നിന്ന് പാസ് ഔട്ട് ആയതാണ് 2018 ബാച്ചിൽ. സോ IIT ഡൽഹിയെ കുറിച്ച് കുറച്ച് പറഞ്ഞ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ IIT ഡൽഹി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ ഓൾഡ് IITs ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ആവും ഈ 5 IITs ഉണ്ട് IIT ഡൽഹിനെ കുറിച്ച് അറിയാം. അപ്പോൾ IIT ഡൽഹിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ IIT ഡൽഹി ഇപ്പോൾ 1961 എസ്റ്റാബ്ലിഷ്ഡ് ആയ അത് ഒരു ഐഡിയൽ ലൊക്കേഷനിലാണ്. ഡൽഹിയിലത്തെ ഒരു ഹാർട്ട് ഓഫ് സിറ്റിയിൽ തന്നെയാണ് ഇപ്പോൾ സൗത്ത് ഡൽഹിയിൽ. അതായത് ഈ IIT ഡൽഹിയുടെ പുറത്തിറങ്ങിയാൽ തന്നെ ഫുൾ സിറ്റിയും സിറ്റി ലൈഫും ഇപ്പോൾ അവിടെ തന്നെ ഒരു വലിയ ഫേമസ് ഏരിയ ആണ് ഹോസ്കാസ്. അതൊക്കെ IIT ഡൽഹിയുടെ ജസ്റ്റ് പുറത്ത് തന്നെയാണ്. ഞങ്ങൾ വന്ന വർഷം തന്നെ 2018 IIT ഡൽഹിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് എന്നൊരു ഒരു പ്രിവിലേജും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് IIT ഡൽഹിക്കും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസിനും കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യും, സോ ദാറ്റ് അവർക്ക് ഈ QS റാങ്കിങ്ങിലൊക്കെ ബെറ്റർ റാങ്ക്സിലേക്ക് എത്താൻ. ഈ പ്രാവശ്യത്തെ QS റാങ്കിങ്ങിൽ അപ്പം കഴിഞ്ഞ എഞ്ചിനീയറിംഗ് ടേംസ് നമ്മൾ 54th ആയിരുന്നു കഴിഞ്ഞ വർഷം 2001 ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് വൈസ് റാങ്ക് വന്നില്ല. പക്ഷേ എന്നാലും ഓവറോൾ റാങ്കിങ് വിച്ച് ഇൻക്ലൂഡ്സ് എല്ലാ സബ്ജക്ട്സും, ബട്ട് IIT ഡൽഹിയിൽ ലിമിറ്റഡ് സബ്ജക്ട്സ് ആണുള്ളത്. ലൈക്ക് വി ഫോക്കസ് മോർ ഓൺ എഞ്ചിനീയറിംഗ്. അപ്പം അതിൻ്റെ പേരിൽ 100 സംതിങ്ങിലാണ് ഇപ്പോൾ QS ഉള്ളത്. ബട്ട് വി ആർ ദ സെക്കൻഡ് ബെസ്റ്റ് ആസ് പെർ QS റാങ്കിങ് ഇൻ ഇന്ത്യ. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് IIT ഡൽഹിയിൽ അക്കാഡമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 1000+ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് വിച്ച് ഇസ് ആക്ച്വലി ഇൻക്രീസിങ്. എല്ലാ വർഷവും ഇൻടേക്ക് അണ്ടർ ഗ്രാജുവേറ്റ്സിൻ്റെ കൂടി വരുവാണ് by some amount, and 1000+ undergraduates every year. And also there are 29+ departments, centers and schools of various domains. അതിൻ്റെ അകത്ത് അണ്ടർ ഗ്രാജുവേറ്റ്സിന് അഡ്മിഷൻ കിട്ടുന്നത് 11 BTech പ്രോഗ്രാംസിനാണ്. ഈ സ്ക്രീനിൽ കാണുന്ന 11 എണ്ണമാണത്. അത് കൂടാതെ തന്നെ 3 ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസിലേക്കും അണ്ടർ ഗ്രാജുവേറ്റ്സിന് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ വർഷം അനൗൺസ് ചെയ്തിരിക്കുന്ന BTech ഇൻ എനർജി എഞ്ചിനീയറിംഗ്, ഈ 2 ആഴ്ച മുമ്പാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതും പിന്നെ BTech ഇൻ ഡിസൈനും കൂടി അടുത്ത വർഷങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒരു സ്മോൾ ക്ലാരിഫിക്കേഷൻ അറിയാത്തൊരു, BTech എന്ന് പറഞ്ഞാൽ 4 ഇയർ കോഴ്സാണ്. അപ്പോൾ 8 സെമിസ്റ്റേഴ്സ് ഉണ്ടാവും. ഡുവൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5 ഇയർ കോഴ്സാണ്. അപ്പോൾ 10 സെമിസ്റ്റേഴ്സ് ഉണ്ടാവും. പക്ഷെ തീരുമ്പോൾ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഒരുമിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഈ BTechഉം ഡുവലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. രണ്ടും ഗുഡ് ഓപ്ഷൻസ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ BTech എടുത്ത് പിന്നീട് അടുത്ത സ്റ്റേജിലോട്ട് BTech കഴിഞ്ഞതിന് ശേഷം MTech എടുക്കുവാണെങ്കിൽ MTech 2 വർഷം എടുക്കും. ടോട്ടൽ 6 ഇയേഴ്സ് വരും. ഇവിടെ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന എല്ലാ പ്രൊഫസർമാരും ആ ഫീൽഡിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ അവര് തന്നെ വെരി ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതായത് ഫോറിൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയിട്ട് ഇതിനെക്കുറിച്ച് ഹയർ സ്റ്റഡീസ് ഒക്കെ നടത്തിയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഈ ഫീൽഡിലെ എക്സ്പേർട്സും ഇപ്പൊ നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഡെയിലി അവരുടെ റിസർച്ച് വർക്കിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും നമ്മളത് പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെ ഒരു നോളജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആണ്. അതാണ് ഈ IITസിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് പേഴ്സണലി IIT ഡൽഹിനെ ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി ആണ്. ടു ചൂസ് വാട്ട് യു സ്റ്റഡി ആൻഡ് വെൻ യു സ്റ്റഡി. കാരണം ഫസ്റ്റ് ഇയർ മാത്രം നമുക്ക് കമ്പൽസറി ആയിട്ട് കോഴ്സുകൾ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ എൻറ്റയർ ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് സ്പെസിഫിക് നമ്പർ ഓഫ് കോഴ്സസ് എന്തായാലും ചെയ്യണം. അത് എപ്പോൾ ചെയ്യണം എന്ന് അവർ പറയണില്ല. അത് 4 ഇയേഴ്സ് തീരുമ്പോൾ, അതായത് പിന്നെ ഫസ്റ്റ് ഇയർ തന്നെ 3 ഇയേഴ്സ് ഉള്ളൂ. 3 ഇയേഴ്സ് തീരുമ്പോൾ നമുക്ക് ചെയ്താൽ മതി. പക്ഷെ ബാക്കി നമ്പർ ഓഫ് കോഴ്സസ് അവർ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ എടുത്ത് ചെയ്യാം. ചിലത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ചെയ്യേണ്ടി വരും, ചിലത് ഓപ്പൺ കാറ്റഗറിയും ചെയ്യേണ്ടി വരും. അങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്യാൻ നമുക്ക് ഇപ്പൊ എന്താ പറയുക, ബ്രാഞ്ചുകൾ തമ്മിൽ നമുക്ക് ഇപ്പോൾ മെക്കാനിക്കൽ ആണെങ്കിൽ നമ്മൾക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ റോബോട്ടിക്സിനൊക്കെ പോയി കുറെ കോഴ്സ് എടുത്തിട്ട് അവിടെ എക്സ്പെർട്ടീസ് എടുക്കാൻ നമുക്കത് ഭയങ്കര സഹായകരമാകും. അത് എല്ലാ IITയിലും ഇത്രയും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ചില IITയിൽ ഇല്ലാത്തതായിട്ടും എനിക്കറിയാം.
IIT ഡൽഹി എന്ന് പറഞ്ഞാൽ 100% ഫ്ലെക്സിബിലിറ്റി ആണ്. ഓൺലി റിസ്ട്രെയിൻസ് എപ്പോഴാണ് വരണേന്ന് വെച്ചാൽ ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇപ്പൊ 100 അപ്പൊ 500 കുട്ടികൾ അപ്ലൈ ചെയ്തു. അപ്പൊ പിന്നെ പ്രൊഫസറിന് ഇഷ്ടമുള്ള ടൈപ്പ് എന്താ പറയാ ഡിമാർക്കേഷൻസ് ഉപയോഗിക്കും. ചിലപ്പോൾ സീനിയോറിറ്റി ഉപയോഗിക്കും, ചിലര് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കും, ചിലര് CGPA ഉപയോഗിക്കും. അത് ഡിപ്പെൻസ് ഓൺ പ്രൊഫസർ. ബട്ട് ഇഫ് സീറ്റ്സ് ആർ അവൈലബിൾ, നിങ്ങൾക്ക് ഒന്നിനും വറി ചെയ്യണ്ട, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണലി ഞാനിപ്പോ PhD കോഴ്സുകളും എടുത്ത് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പ്രൊഫഷണൽ പെർമിഷൻ ചോദിച്ചു. ഞാനിപ്പോ ഈ സെമസ്റ്റർ MTech കോഴ്സുകൾ പോയി ചെയ്യാൻ പോവാം. ഇൻട്രോഡക്ടറി MTech കോഴ്സ്, അഡ്വാൻസ് MTech കോഴ്സുകൾ, ഇൻട്രോഡക്ടറി MTech ആൻഡ് PhD കോഴ്സുകളും ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ആ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്. ഇപ്പോ മൈനർ ഡിഗ്രീസിന് സ്പെഷ്യലൈസേഷൻ കോഴ്സ് നവനീത് പറയും. നവനീത് ഇപ്പോ റോബോട്ടിക്സിൽ മൈനർ സ്പെഷ്യലൈസേഷൻ എടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ IIT ഡൽഹിയിൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാ കോഴ്സും, എല്ലാ BTech കോഴ്സും ഈവൻ ദോ 8 സെമിസ്റ്റേഴ്സിന്റെ ആണെങ്കിലും അത് 7 സെമിസ്റ്റേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റപ്പ് ആയിട്ടുള്ളത്. ഇൻ മോസ്റ്റ് കേസസ് ലൈക്ക് ഫോർത്ത് ലൈക്ക് ലാസ്റ്റ് സെമിസ്റ്ററിലുള്ള കോഴ്സ് നേരത്തെ എടുത്ത് തീർക്കുന്ന ആൾക്കാരുണ്ട്. സോ ആൻഡ് അവർ ഒരു വർഷത്തേക്ക് റിസർച്ച് ഇന്റേൺഷിപ്പ് പുറത്തൊക്കെ പോകുന്നത് അത് അത്യാവശ്യത്തിന് കോമൺ ആയിട്ടുള്ളൊരു കേസാണ്. സോ അങ്ങനെയുള്ള രീതിയിൽ തന്നെ നമ്പർ ഓഫ് കോഴ്സസ് ഐ ഫീൽ സംടൈംസ് കുറവാണെന്ന്. ബട്ട് ആൻഡ് ഓൾസോ ഈ മൈനർ ഡിഗ്രീസിനെ കുറിച്ച് പറയുന്നത്, സോ ഞാനിപ്പോൾ റോബോട്ടിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇൻ മൈ ഓൺ ഡിപ്പാർട്ട്മെന്റ്, എൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒരു സീനിയർ ഉണ്ടായിരുന്നു ബയോടെക്നോളജിയിൽ BTech ഉണ്ടായിട്ട് മൈനർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു. എന്നിട്ട് ഇപ്പോൾ പുറത്ത് കമ്പ്യൂട്ടർ സയൻസിൽ കോഴ്സ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് J റാങ്ക് വെച്ച് കിട്ടിയ ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ നിങ്ങൾക്ക് വേറെയും പെർസ്യൂ ചെയ്യാം. എന്നിട്ട് ഈ ഒരു മൈനർ ഡിഗ്രി, ഇങ്ങനത്തെ എക്സ്ട്രാ ഡിഗ്രീസ് ഇസ് വാലിഡ്, ഹാസ് വെരി മച്ച് ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് അതിന്റെ മാർക്കൊക്കെ വെച്ചിട്ട് ആ ഫീൽഡിലോട്ട് പിന്നീട് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇതിൻ്റെ അത് വരുന്നുണ്ട്. സോ മൈനർ ഡിഗ്രി എന്താന്നൊരു ചെറിയ ഐഡിയ നിങ്ങൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. മൈനർ ഡിഗ്രി അല്ലെങ്കിൽ മൈനർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ മൈനർ ഡിഗ്രിയും സ്പെഷ്യലൈസേഷനും ബേസിക്കലി സെയിം തിങ് ആണ്. ഒരു ഗിവൺ നമ്പർ ഓഫ് കോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ടാവും ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ. ഇപ്പോൾ ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത് ഒപ്റ്റിക്സ് ആൻഡ് ഫോട്ടോണിക്സിൽ. അപ്പോൾ ഒപ്റ്റിക്സ് ആൻഡ് ഫോട്ടോണിക്സിന്റെ ഒരു 10-20 കോഴ്സസ് പറഞ്ഞിട്ടുണ്ടാവും. 10 to 20 ഡിപ്പെൻഡിങ് ഓൺ ആ ഒരു ഫീൽഡും അതിൽ എത്ര കോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആണ്. അതിലിപ്പോൾ നമ്മൾ 5 to 6 കോഴ്സസ്, ടു ബി എക്സാക്ട് 20 ക്രെഡിറ്റ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഫീൽഡിൽ ഒരു സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ മൈനർ ഡിഗ്രി തരും എന്ന് പറയും. മൈനർ ഡിഗ്രി നമ്മുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് പുറത്തുള്ള വല്ല ഇങ്ങനത്തെ ഒരു ഓഫർ ആണെങ്കിൽ നമ്മളതിന് മൈനർ ഡിഗ്രി എന്ന് വിളിക്കും. നമ്മുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിനാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ. ഒപ്റ്റിക്സ് ആൻഡ് ഫോട്ടോണിക്സ് എന്റെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് എനിക്കത് സ്പെഷ്യലൈസേഷൻ എന്ന് വിളിക്കാം. പക്ഷെ ഇപ്പോൾ മെക്കാനിക്കൽസ് ഒരു കുട്ടി അതേ സാധനം തന്നെ ചെയ്താൽ എന്നെ മൈനർ ഡിഗ്രി എന്ന് വിളിക്കുന്നു. ബേസിക്കലി ഇത് സെയിം തിങ് ആണ്. അപ്പൊ അതായത് നമ്മൾ ആ ഫീൽഡിൽ ഒരു എക്സ്പേർട്ട് ആണ് കാണിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു തരത്തിൽ വെരിഫൈ ചെയ്യാനാണ് ഈ മൈനർ ഡിഗ്രി അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസർച്ച്, അതുപോലെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ നമുക്ക് കുറെ ഉണ്ട് ഇൻസൈഡ് ദി ഔട്ട്സൈഡ്. അത് നവനീത് ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ഈ മൈനർ ഡിഗ്രി ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല വാല്യൂ ആണ്. നമ്മളിപ്പോ സ്പെസിഫിക്കലി നമ്മൾ ആ ഫീൽഡിലേക്ക് തന്നെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നവനീതിന് ഇപ്പൊ റോബോട്ടിക്സ് തന്നെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അവന്റെ ഈ റോബോട്ടിക്സിന്റെ എക്സ്പെർട്ടീസ് കാണിച്ച് അവന് ആ ഫീൽഡിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും ലഭിക്കും. IIT എന്ന് പറയുമ്പോൾ തന്നെ ഇന്റേൺഷിപ്സ് ആൻഡ് പ്ലേസ്മെന്റ്സ് ലൈക് ന്യൂസിലൊക്കെ ഇടയ്ക്കിടെ വരുന്നതാണ്. ഈവൻ ദോ എല്ലാവർക്കും 1 കോടിയുടെ ഇത് പ്ലേസ്മെന്റ് ഒന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും നല്ല നല്ല പ്ലേസ്മെന്റ്സ് തന്നെയാണ്. ഓൾമോസ്റ്റ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് കമ്പനീസ് ഇന്ത്യയിലുള്ള അവരെപ്പോഴും പ്ലേസ്മെന്റ്സിന് വേണ്ടി IIT-യിൽ വരുന്നതാണ്. അതുകൂടാതെ തന്നെ പുറത്തുനിന്നുള്ള ഈ വർഷം എസ്പെഷ്യലി പുറത്തുനിന്നുള്ള കുറേ കമ്പനീസ് റിക്രൂട്ട് ചെയ്തു. ആൻഡ് ഓൾസോ ഇന്റേൺഷിപ്സ് കമ്പനീസിലല്ലാതെ റിസർച്ചിലോട്ടും പോകാൻ താല്പര്യപ്പെടുന്ന കുറേ പേരുണ്ട്. അവർ ഇങ്ങനത്തെ ലൈക്ക് ഇന്റർനാഷണൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയ MIT, സ്റ്റാൻഫോർഡ് അതിലൊക്കെ ഇപ്പോഴും പോകാറുണ്ട്. ആൻഡ് ലൈക്ക് ദേ ഓൾസോ ഷെയർ ദർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവരുടെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന്. ആൻഡ് ഓൾസോ റിഗാർഡിങ് സ്റ്റാർട്ടപ്പ് കൾച്ചർ, നിങ്ങൾ ഈ നവനീത് ഭയങ്കര ഹംബിളായിട്ട് അവനെ അവിടെ ഈ പ്രാവശ്യം ഇന്റേൺഷിപ്പ് റിസർച്ച് ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് പറയണില്ല. അപ്പൊ നവനീത് നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് റിസർച്ച് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. അപ്പൊ അതായത് കുറെ കാര്യങ്ങളിൽ ഇപ്പൊ ന്യൂസിൽ ഇപ്പൊ 1 കോടി തന്നെ ഒരു 2-3 പേർക്കാണ് IIT-യിൽ 1 കോടി 2 കോടി കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഈ ആവറേജ് പാക്കേജ് നോക്കിയാൽ നിങ്ങളുടെ നാട്ടിലുള്ള പ്രൈവറ്റ് കോളേജ്, നാട്ടിലുള്ള ഗവൺമെന്റ് കോളേജ്, NIT, പിന്നെ IIT-കളുടെ ആവറേജ് പാക്കേജ് നോക്കാം കുട്ടികളുടെ. അപ്പൊ IIT-കളൊക്കെ വളരെ ഹൈ. ഇപ്പോ എന്റെ അറിവിൽ ഇപ്പൊ ഗവൺമെന്റ് കോളേജിനേക്കാൾ മേ ബി 2 or 3 times ആണ് IIT-ത്തെ ആവറേജ് പാക്കേജ്, സെയിം ആവറേജ് പാക്കേജ്. അപ്പോൾ
സെയിം ഡിഗ്രി പഠിച്ച ആൾക്ക് IIT പഠിച്ചുകൊണ്ട് തന്നെ 2 or 3 times സെയിം ജോബിന് സാലറി കിട്ടാൻ പോവാണ്. അപ്പൊ ഈ നവനീത് തന്നെ ഈ റിസർച്ച് ഇന്റേൺഷിപ്പ് തന്നെ നമ്മൾ സ്വയം അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ആൽമ മാറ്റർ IIT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് IIT എന്ന് പറയുന്നത് നമുക്കത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അതും IIT ഡൽഹിയിലാകുമ്പോൾ അപ്പൊ അവർക്ക് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഗുഡ് റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്പൊ നമ്മളോട് വർക്ക് ചെയ്യാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവും. ഈ സ്റ്റാർട്ടപ്പ് കൾച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഇത് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിന്റെ വർക്കിലാണ്. എനിക്കറിയാവുന്ന വേറെ കുട്ടി സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ടപ്സ് കുറെ കുട്ടികൾ പെർസീവ് ചെയ്യും. അത് ഫേവറബിൾ ആക്കാൻ അവിടെ കുറെ ഇൻക്യുബേഷൻ സെൽസ് ഉണ്ട്. ഇൻക്യുബേഷൻ സെൽസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സപ്പോർട്ട് കൊടുക്കുന്നതും, അതുപോലെ തന്നെ നമുക്ക് തന്നെ അവിടെ ഒരു കമ്മ്യൂണിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നു, ഫണ്ടിങ് കണ്ടുപിടിക്കാനുള്ള കുറെ മെത്തേഡുകൾ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉള്ളിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഇത്രയും സ്റ്റാർട്ടപ്പുകളൊക്കെ കടന്നു വരാനും ഉള്ള സാധ്യത. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടെ ഒരു EDC സെൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാ, ഓൺ എ റെഗുലർ ബേസിസ് അവര് കുറെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനൊക്കെ വിളിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ, എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതെന്നൊക്കെ പറയാൻ. ഇപ്പൊ ഞാൻ സീരീസ് ഇത് അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം അറ്റൻഡ് ചെയ്യില്ല ടു ബി ഓൺസ്റ്റ്. അപ്പൊ അതിൽ ഫസ്റ്റ് ലെക്ചർ ഇല്ലായിരുന്നു, ഫസ്റ്റ് ഒരു സെഷൻ ഇതായിരുന്നു. എന്താ പറയാ, ലൈക്ക് വാട്ട് ഈസ് എ സ്റ്റാർട്ടപ്പ് മെന്റാലിറ്റി, ക്യാൻ യു ഡു എ സ്റ്റാർട്ടപ്പ് ഓർ വാട്ട് യു ഷുഡ്. പിന്നെ അടുത്ത സെഷൻ ഇതായിരുന്നു, വാട്ട് യു നീഡ് ടു നോ അബൌട്ട് സ്റ്റാർട്ടപ്സ് ഓർ ഹൗ ടു കൺസീവ് ആൻ ഐഡിയ ഫോർ എ സ്റ്റാർട്ടപ്പ്. പിന്നെ ഇങ്ങനെ കുറെ ഓരോ സെഷനിലും ഓരോ കാര്യങ്ങളും. ചില സെഷനിൽ ഹൗ ഡു യു എംപ്ലോയ് പീപ്പിൾ, അല്ലെങ്കിൽ എന്താ ഹൗ ഡു യു മാനേജ് ഫണ്ട്സ് ഇൻ എ സ്റ്റാർട്ടപ്പ്, ഹൗ ഡു യു ഗെറ്റ് ഫണ്ടിങ്. അതായത് അത്രയും ഗൈഡൻസ് അവിടെ കിട്ടുന്നുണ്ട് ഇങ്ങനെ EDC സെൽ എന്നൊക്കെ. അപ്പോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്ക് അയാളുടെ സ്റ്റാർട്ടപ്പിന് ഫണ്ടിങ് കിട്ടാൻ, കറക്റ്റ് ഡയറക്ഷൻ കിട്ടാൻ വളരെ നല്ലൊരു എൻവയറമെന്റ് ആണ് IIT എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. IITസിലെ കുറച്ച് പോളിസീസും അതേപോലെ തന്നെയാണ്. ലൈക്ക് അവർ ഒരിക്കലും അവരുടെ റിവീൽ ചെയ്യാറ്. IIT ഡൽഹിയുടെ പോളിസി എന്ന് വെച്ചാൽ ആവറേജ് പാക്കേജസ് അങ്ങനത്തെ ഒന്നും റിവീൽ ചെയ്യരുത് എന്നാണ്, ടു പ്രൊമോട്ട് സ്റ്റാർട്ടപ്പ് കൾച്ചർ. സോ അങ്ങനെ ഒരു രീതിയിൽ തന്നെ ലൈക്ക് സ്റ്റാർട്ടപ്പിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ബിക്കോസ് ഞാൻ കുറേ വട്ടം പറഞ്ഞു കേട്ടിട്ടുണ്ട്, IITians ആർ നോട്ട് ജോബ് സീക്കേഴ്സ്, ദേ ആർ ജോബ് മേക്കേഴ്സ്. സോ ദാറ്റ് ഈസ് ടേക്കൺ വെരി സീരിയസ്ലി. ഇവര് ഒക്കെ റിസർച്ച് ഇന്റേൺസിന് പോയിരിക്കുന്നത് അതും വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജസ്. ഇവരുടെ എക്സ്പീരിയൻസസും ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. BSP എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട് IITക്ക്. ലൈക്ക് സ്റ്റുഡന്റ് ബോഡിയാണ്, അവിടുത്തെ പബ്ലിക്കേഷൻ ബോർഡാണ്. അപ്പൊ അവരിവരോട് ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ എടുത്തപ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതൊക്കെയുണ്ട്. ഇതൊക്കെ വളരെ റെപ്യൂട്ടഡ് കോളേജസ് ആണ് വേൾഡ് വൈഡ്. അപ്പൊ ഇവിടെ പോയിട്ട് വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ. ഇതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. ഇവരൊക്കെ ഞങ്ങളുടെ സെയിം പ്രായമുണ്ട്. ഇവർ സെക്കൻഡ് ഇയറിൽ ചെയ്ത ഇന്റേൺഷിപ്പ് ആണ്. ഈ വർഷം ചെയ്ത ഇന്റേൺഷിപ്പ് അല്ല അത്. ഈ വർഷം ഇവര് ഇതിനേക്കാൾ അടിപൊളി ഇന്റേൺഷിപ്പുകൾ ചെയ്യുന്നുണ്ടാവും മിക്കവാറും. സോ നമ്മുടെ ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ബാക്കി IITസിനെയും കാട്ടി ചെറുതാണ്. ദാറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഡൽഹിയുടെ നടുവ് തന്നെ ആയതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫറെന്റ് ഫ്രം ഡൽഹി സിറ്റി. അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ സിറ്റി ആണെന്ന് തോന്നില്ല, ബിക്കോസ് അത്രയും ഗ്രീനറി ഒക്കെ ആയിട്ട് വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ക്യാമ്പസാണ്. ആൻഡ് സീറോ റാഗിങ് പോളിസീസ് ആൻഡ് ഓൾസോ വളരെ നല്ലൊരു ഹോസ്റ്റൽ കൾച്ചറാണ്. ഈ നിങ്ങൾ ചിറ്റോര എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇറ്റ്സ് ക്ലോസ് ടു ഓൾമോസ്റ്റ് എവറി മേജർ സ്പോട്ട് ഇൻ ഡൽഹി. ആൻഡ് കണക്ടിവിറ്റി വൈസ് ഓൾസോ 2 എൻസിലും മെട്രോ സ്റ്റേഷൻസ് ഉണ്ട്. ഓൾസോ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ഒക്കെ 30 മിനിറ്റ് ദൂരം മാത്രമാണ്. അപ്പോ ഈ ചെറിയ ക്യാമ്പസ് എന്ന് പറഞ്ഞാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ചെറുതാന്നല്ല, കമ്പയർഡ് ടു അതർ IITs ആണ്. എല്ലാരും പറയാം IITs ഭയങ്കര എക്സസൈസ് ആണ്. ഇപ്പൊ എനിക്ക് ഖരഗ്പൂരിലൊക്കെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്തൊക്കെയുണ്ട് ഹോസ്റ്റലിൽ നിന്ന് ലെക്ചർ ഹാളിലേക്ക് എത്താൻ. അപ്പൊ എല്ലാ ദിവസവും ഒരു വലിയ ടാസ്ക് ആണ് ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന്. അതായത് നമുക്ക് വിസിറ്റ് ചെയ്യുമ്പോ അടിപൊളിയാന്ന് തോന്നുകയും പിന്നെ ലിവ് ചെയ്യുമ്പോ ചില സമയത്ത് IITസിന്റെ സൈസ് ഒരു വലിയൊരു ഹിൻഡ്രൻസ് ആവും ചെയ്യുന്നുണ്ട്. അപ്പൊ IIT ഡൽഹി ആക്ച്വലി ക്വൈറ്റ് എ ബിഗ് പ്ലേസ്. അപ്പൊ നിങ്ങൾ 320 ഏക്കർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലമല്ല ആക്ച്വലി. പക്ഷെ നമുക്കെല്ലാം ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണ്, എല്ലായിടത്തും ഭയങ്കര പെട്ടെന്ന് എത്താൻ പറ്റും. ഈ ഹോസ്റ്റൽ കൾച്ചർ ഇപ്പൊ ഇത്ര അടിപൊളിയാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് ലാസ്റ്റ് ഇയർ വരെ സെയിം ഹോസ്റ്റലിൽ നിൽക്കാൻ വേണം. അപ്പൊ കുറെ IITസിലൊക്കെ നമുക്ക് എന്താ പറയാ, ഫസ്റ്റ് ഇയറിൽ ഒരു ഹോസ്റ്റൽ, സെക്കൻഡ് ഇയറിൽ ഒരു ഹോസ്റ്റൽ, ഫോർത്ത് ഇയറിൽ വേറെ ഹോസ്റ്റൽ, അങ്ങനത്തെ ഹോസ്റ്റലുകൾ ഇങ്ങനെ മാറി മാറി പോകും. അപ്പൊ അതിലെന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോ ഒരു ഹോസ്റ്റൽ ലെവൽ കോമ്പറ്റീഷൻസിലോ എന്റെ ഹോസ്റ്റലിൽ ജയിക്കണം, അല്ലെങ്കിൽ ഹോസ്റ്റലിലെ ഒരു സീനിയേഴ്സ് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യും. ഇപ്പൊ എന്താ ക്ലബിന്റെ ആക്ടിവിറ്റീസ് ആയാലും നമ്മള് എന്തെങ്കിലും റിലേറ്റഡ് ഹോസ്റ്റൽ ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു
എന്താ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട് ഇട്ടില്ല, നമുക്ക് അങ്ങനത്തെ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾക്കിപ്പോ ഇറസ്പെക്റ്റീവ് ഓഫ് ഇയർ, ഫസ്റ്റ് ടു ലാസ്റ്റ് ഇയർ നമ്മൾ ഒരേ ഹോസ്റ്റലിലാവുമ്പോൾ നമുക്ക് ആ ഹോസ്റ്റലിന് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യാനും, ആ ഹോസ്റ്റല് നമ്മളുടെ ഒരു ഇപ്പൊ എന്താ പറയുക, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഈ സ്കൂൾ കാലത്ത് പഠിക്കുമ്പോൾ ഈ ബ്ലൂ ഹൗസ് റെഡ് ഹൗസ് ഒക്കെ അതിനേക്കാളും ഭയങ്കര ഒരു ഇമോഷൻസ് ഒക്കെ വരുന്ന ഒരു കാര്യമാണ് നമ്മളെ ഹോസ്റ്റലിൽ പോയി ജയിക്കുക. ഹോസ്റ്റലിൽ ഇപ്പൊ കൾച്ചറൽ എന്താ പറയുക, കൾച്ചറൽ കപ്പ് എടുക്കുക, അല്ലെങ്കിൽ എന്താ പറയാ സ്പോർട്സ് കപ്പ് എടുക്കുക. സ്പോർട്സ് കപ്പാണ് മെയിൻ എല്ലാവരുടെയും ഒരു ആവേശം. കൾച്ചറൽ കപ്പിനൊന്നും അത്ര ആവശ്യമില്ല. പിന്നെ എന്താ മെയിൻ്റനൻസ് കപ്പൊക്കെ ഉണ്ട്, അത് ആർക്കും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാവർക്കും മെയിൻ ഇൻട്രസ്റ്റ് സ്പോർട്സ് കപ്പാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ സ്പോർട്സിന്റെ സമയത്ത് സീനിയേഴ്സ് ഒക്കെ റൂമിൽ വന്നൊക്കെ വിളിക്കുമ്പോൾ ആ പ്രാക്ടീസിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പൊ ഞാനിപ്പോ ഡിബേറ്റിംഗ് ക്ലബിലാണ് ഭയങ്കര ആക്റ്റീവ്ലി ഇൻവോൾവ്. ഇപ്പൊ ഞാൻ സ്റ്റുഡന്റ് അഫയർ കൗൺസിലുണ്ട്. ഇപ്പൊ നവനീത് വീണ്ടും ഒന്നും പറയുന്നില്ല നവനീതിനെ കുറിച്ച് തന്നെ. നവനീത് PFC ഭയങ്കര ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ് ഈ ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് ക്ലബിൽ അവിടുത്തെ. അപ്പൊ അപ്പൊ ഞാൻ കുറെ ഡിബേറ്റിങ്ങിന് പഠിച്ചത് ഡിബേറ്റിംഗ് ക്ലബ് കാരനാണ്. അപ്പൊ അക്കാഡമിക്സ് അല്ലാണ്ട് വേറെ കുറെ കാര്യങ്ങളും IIT ഡൽഹി വഴി ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു വലിയ റോള് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഹോസ്റ്റലിൽ പ്ലേ ചെയ്യണത്. ഹോസ്റ്റലിലത്തെ സീനിയേഴ്സ് വന്ന് തന്ന ഹെൽപ്പും. അപ്പൊ അത് ഇത്ര നല്ലൊരു ഹോസ്റ്റൽ കൾച്ചറും സീനിയേഴ്സും തോന്നി ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യണം, എന്നാലും നമ്മുടെ ഹോസ്റ്റലിൽ ഇനി അടുത്ത കാലത്ത് വരുമ്പോൾ നന്നായി നിൽക്കുള്ളൂ എന്ന്. അപ്പൊ അതാണ് ഈ ഹോസ്റ്റൽ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ഹോസ്റ്റലിലുള്ളവർ നല്ല ബന്ധമാണ്, നമ്മുടെ ക്ലബിലുള്ളവരായിട്ട് അതിനേക്കാളും ബന്ധമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു എൻവയറമെന്റ് ഉണ്ട് അവിടെ ഡൽഹിയിൽ, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ലൈക്ക് IIT-യിലോട്ട് കയറി വരുമ്പം എക്സ്പെക്ട് ചെയ്യുന്നതിൽ വളരെ വ്യത്യാസമായിരുന്നു. കയറി വന്നപ്പം ലൈക്ക് IIT നോക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് ഭയങ്കര ബേർഡൻ ആണ്, ലോഡാണ്, അക്കാഡമിക് ലോഡാണ്, അതൊക്കെയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാരണം ബാലൻസസ് ഔട്ട്. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കാരണം തന്നെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് എപ്പോഴും ആ ഇൻഡിവിജ്വലിന്റെ. ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ലൈക്ക് ഇറ്റ്സ് സീറോ റെസ്ട്രിക്ഷൻ, ബേസിക് ഓൾമോസ്റ്റ് സീറോ റെസ്ട്രിക്ഷൻസ് ക്യാമ്പസിൽ. എപ്പം വേണമെങ്കിലും ക്യാമ്പസിന്റെ പുറത്ത് പോവാം, അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസ്, നോ ഹോസ്റ്റൽ ടൈമിങ്സ് അങ്ങനെയൊക്കെ. ആൻഡ് ദർ ആർ ലൈക്ക് സെക്യൂരിറ്റി വൈസ് ഓൾസോ ക്യാമ്പസിൽ കുറെ അധികം എവറി കോർണർ ദർസ് എ സെക്യൂരിറ്റി. നിങ്ങളെ ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ക്യാമ്പസ് ഇസ് സേഫ്. അങ്ങനത്തെ ഇതൊക്കെ. ആൻഡ് ഓൾസോ ഔട്ട് ഇൻ ഡൽഹി എസ്പെഷ്യലി ഭയങ്കരമായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ IIT എന്ന് പറഞ്ഞാൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന പോലെ. ടാക്സി കരിയർ എപ്പോഴും ആണെങ്കിൽ IIT ഡൽഹിയിലോട്ടാന്ന് പറയുമ്പോൾ ദേ റെസ്പെക്ട്. അത് ഫീൽ ബാക്കി എല്ലാ സ്ഥലത്തും IITians-ന് നോർത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി ഭയങ്കര റെസ്പെക്ട് ആണ്. കാരണം എല്ലാ വീട്ടിൽ നിന്ന് എല്ലാവരും ഓൾമോസ്റ്റ് ട്രൈ ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ വേറെ സ്ഥലങ്ങൾ മാതിരില്ല, നമ്മുടെ നാട് മാതിരി ഒന്നുമില്ല. IIT തന്നെ എല്ലാവർക്കും അറിയാം അവിടെ എന്താന്ന്. പിന്നെ വേറെ കാര്യം നവനീത് പറയാത്തത്, നമുക്ക് ക്യാമ്പസിലുള്ള നൈറ്റ് മെസ്സുകളുണ്ട്. ഇപ്പൊ രാത്രി ഒരു 8 മണി തൊട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന നൈറ്റ് മെസ്സുകളുണ്ട്. എല്ലാ ഹോസ്റ്റലിലും ഉണ്ടാവും, ഹോസ്റ്റൽ എല്ലായിടത്തും ഉണ്ടാവും. ജസ്റ്റ് ടു പ്രൊവൈഡ് ഫുഡ്. അത് പുലർച്ചെ 4 മണി 5 മണി വരെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു സമയമൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫുഡ് കഴിക്കാനും ഫ്രണ്ട്സിന്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാനും നല്ലൊരു എൻവയറമെന്റ് എപ്പോഴും ഉണ്ടാവും. അതുപോലെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും നല്ലൊരു എൻവയറമെന്റ് ഉണ്ട് അവിടെ. ഫൈനലി ഓൾമോസ്റ്റ് എല്ലാ IITs-ന്റെയും ഫെസ്റ്റ് വളരെ ഫേമസ് ആണ്. IIT ഡൽഹിയുടെയും കേസ് അതുപോലെ തന്നെയാണ്. റോണ്ടവു കൾച്ചറൽ ഫെസ്റ്റ്, സ്പോർട്ട് ടെക് ട്രസ്റ്റ് ആൻഡ് ലിറ്ററാട്ടി, ഇതാണ് മെയിൻ ഫെസ്റ്റിവൽസ്. ഇതുകൂടാതെ തന്നെ വേറെ 5 ഫെസ്റ്റിവൽസ് കൂടിയുണ്ട്. സോ എവറി ഇയർ ഇതിൻ്റെയൊക്കെ ഫുട്ഫോൾ വളരെ കൂടുതലാണ്. ഈ വർഷം ഓൺലൈൻ മോഡിലും കൂടി നടത്തിയവർ ഈ ഫെസ്റ്റ്. ആൻഡ് ലൈക്ക് ഈ ഫെസ്റ്റ് rather than being just a 4-day thing, അവിടെ അരവർഷം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് അതിന്റെ തന്നെയായ എക്സ്പീരിയൻസ് വളരെ കൂടുതലാണ്. സോ കുറെ പേരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ വരും. ഈ വർഷം I had the opportunity to like interact with Mahindra racing team. അവരുമായിട്ടുള്ള ഡീൽ ഫൈനലൈസ് ചെയ്യുക, അങ്ങനത്തെ ആ ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റും മാനേജറിയൽ ആസ്പെക്ട്സും അതൊക്കെ ഈ ഫെസ്റ്റിലെ കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇറ്റ്സ് എ വെരി വൈറ്റൽ പാർട്ട് ഓഫ് യുവർ സ്റ്റുഡൻറ് ലൈഫ്. ഇത് കൂടാതെ This is the last slide, right? Yeah. ഇത് കൂടാതെ എന്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, യെസ് IITs ആൾക്കാർ പറയും ഹെക്റ്റിക് ആണ്. യെസ് ഇറ്റ് ഈസ് ഹെക്റ്റിക്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് റിവാർഡിങ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫുൾ ടൈം പഠിത്തം അങ്ങനത്തെ ഒരു ആ ലെവൽ ഹെക്റ്റിക്കും അല്ല. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു saw in 3 Idiots or something. Those are exaggeration. It is difficult, but it's manageable. നിങ്ങൾ JEE അഡ്വാൻസ് ക്രാക്ക് ചെയ്ത് കയറി വരുന്ന ഒരാൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എനിക്കെപ്പോഴും ഡിഫിക്കൽട്ടാന്ന് പറയണവര്
ദേ ഡോണ്ട് കീപ് അപ് ടു ഡേറ്റ് വിത്ത് ദർ സ്റ്റഡീസ്. ഇപ്പൊ എല്ലാ ദിവസവും ജസ്റ്റ് പോയിട്ട് ക്ലാസ്സിൽ പോയിട്ട് തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും ക്ലാസ്സിൽ പോയിട്ട് ഉറങ്ങലും ശ്രദ്ധിക്കാണ്ടിരിക്കലൊക്കെ ആയിരുന്നു, മൊബൈലിൽ കളിക്കലൊക്കെ ആയിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര ഹെക്ടിക് ആയിട്ട് തോന്നി. ഞാൻ പിന്നെ എന്താ പറയാ, പഠിക്കുമ്പോൾ ഒന്നും ശരിക്കും പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ കൂടുതൽ എഫേർട്ട് ഉണ്ട്, അങ്ങനെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മള് ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബേസിക്കലി കുറെ പഠിക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം ക്ലാസ്സിൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടല്ല. അപ്പൊ പിന്നെ വളരെ കുറച്ച് പ്രൊഫസർമാരുണ്ടാവുള്ളൂ, ഒബ്വിയസ്ലി എല്ലായിടത്തും ഉണ്ടാവില്ല. അവര് എന്താ പറയാ, കൂടുതൽ ഔട്ട് ഓഫ് ദ ക്ലാസ് ലേണിങ്ങിന് അവര് എന്താ പറയാ വാല്യൂ അല്ലെങ്കിൽ എന്താ പറയാ പുഷ് ചെയ്യുന്നത്. ഇതെല്ലാവരും ഇൻ ദ ക്ലാസ് തന്നെ ലേണിംഗ് തീർക്കാന്നുള്ള നിലയ്ക്കാണ് പഠിക്കുന്നത്. പക്ഷെ അതിന് നമ്മൾ എല്ലാ ക്ലാസ്സും റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യണം, ഒന്നും മിസ് ചെയ്യരുത്. പിന്നെ ക്ലാസ്സിൽ പോയി ഫിസിക്കലി ഇരിക്കില്ല മാത്രമല്ല, നമ്മൾ മെന്റലി അവിടെ തന്നെ ഇരിക്കും വേണം. അപ്പൊ പിന്നെ വേറെ ഒരു ഇറ്റ് ഈസ് വെരി ഈസി. വേറെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ IIT-യിലെ കോഴ്സസ് ഒന്നും ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ഒന്നുമല്ല. സോ സെൻസ് പ്രൊഫസേഴ്സിന്റെ റിസർച്ച് ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാം അറിയാം. അവർക്ക് ആ സമയത്ത് നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കും, നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം എന്ന് തോന്നുന്നു അതൊക്കെ പറയും. അത് ലൈക്ക് അതിന് ചിലപ്പോൾ സ്ലൈഡ്സ് ഉണ്ടാവും, ചിലപ്പം ലൈക്ക് യു ബി യൂസിങ് ദ വൈറ്റ് ബോർഡ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടാവില്ല, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ യുണീക് സെറ്റ് ഓഫ് നോളജ്. അവരിപ്പോ ഒരു 5-7 ബുക്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് അവർക്ക് തോന്നണം ഈ സെക്ഷൻ ഈ ബുക്കിൽ നൽകുക, ആ സെക്ഷൻ ആ ബുക്കിൽ നൽകുക. അങ്ങനെ സോ ഇറ്റ്സ് എ വെരി മിക്സ്ഡ് വേ ഓഫ് ലേണിംഗ്. യൂഷ്വലി അവരോട് ചോദിച്ചാൽ അവർ പറയും ഏത് പെർട്ടിക്കുലർ സെക്ഷൻ അവിടെ നിന്ന് എടുത്തതെന്ന്. പക്ഷേ ഇറ്റ്സ് നോട്ട് ആസ് വൺ ഗൈഡ് പെർ സേ. അപ്പോ സോ ദ എക്സ്പീരിയൻസ് ഓൾസോ വെരി ഡിഫറെന്റ്. ഐ തിങ്ക് ദാറ്റ് ഈസ് ഇറ്റ്, റൈറ്റ്? വേറെ ബേസിക്കലി എന്തെങ്കിലും? വേറെ ഓക്കെ. വേറെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദർ ഇസ് ആ മച്ച്. പിന്നെ പിന്നെ ഡൽഹി തന്നെ ഇപ്പോ നോർത്ത് ഇന്ത്യയിൽ തന്നെ നല്ലൊരു ലൊക്കേഷനിലായതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് ഡൽഹി നിങ്ങൾക്ക് കറങ്ങാൻ താല്പര്യപ്പെടുന്നെങ്കിലും ഇപ്പോൾ ഡൽഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ടു ഡു ദാറ്റ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഞാൻ കുറെ കറങ്ങിയിട്ടുണ്ടായിരുന്നു ലോക്ക്ഡൌൺ വരുന്നതിന് മുമ്പ്. ഇനി തിരിച്ചു വന്നിട്ട് ഇനിയും കറങ്ങണം എന്നാണ്. അപ്പൊ നിങ്ങളെല്ലാരും ഞാൻ അവിടെ അടുത്ത പ്രാവശ്യം കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരും അതിൻ്റെതായ പഠിത്തവും ശ്രമങ്ങളും തുടരുക. ബെസ്റ്റ് ഓഫ് ലക്ക്. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് ബിനുസാർ ഇത് ഉണ്ടാകാൻ പറയുമ്പോൾ പറഞ്ഞു കുട്ടികൾക്ക് ഇപ്പോൾ ഒരു അൺസർട്ടനിറ്റി ആണല്ലോ, ലൈക്ക് അറിയില്ല എപ്പോഴാണ് അഡ്വാൻസ് അതൊക്കെ. ബട്ട് ഐ നോ ഈ സമയത്താണ് കുറച്ച് ഉഴപ്പ് വരാൻ സാധ്യതയുള്ളത്, കുറച്ച് ലൈക്ക് ലൂസ് ടച്ച് ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് മേക്ക് ഷുവർ യു കീപ് ഫോക്കസ്ഡ്. ഈ കിട്ടുന്ന സമയം എന്ന് വെച്ചാൽ വേസ്റ്റ് ചെയ്യുന്നതിന് പകരം യൂട്ടിലൈസ് ഇറ്റ്. ഇത്ര സമയം നമ്മൾക്കൊന്നും കിട്ടിയിട്ടുണ്ടായില്ല ഈ ഒരു എക്സ്ട്രാ ടൈം. യൂട്ടിലൈസ് ഇറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ. എന്നിട്ട് അതിൻ്റെതായ റിസൾട്ട്സ് വരും. IIT ഇസ് വർത്ത് ഇറ്റ്. നിങ്ങൾ ഇപ്പം ഇടുന്ന എഫേർട്ടിന് ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി നിങ്ങൾക്ക് ഇതിന് ശേഷം ഈ അഡ്വാൻസ് ക്ലിയർ ചെയ്യുന്നതിന് ശേഷം തിരിച്ച് കിട്ടുന്നതായിരിക്കും. ആൻഡ് യു വിൽ നെവർ റിഗ്രറ്റ് ഇറ്റ്. ഐ കൻ ഗ്യാരണ്ടി യു ദാറ്റ്. ഈ അവസരത്തിൽ ഇങ്ങനെ എന്താ പറയാ, ഉഴപ്പി പോണ ആൾക്കാർക്കാണ് ഇപ്പൊ കുറെ അവർ പഠിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ കുറെ പിന്നിൽ പോകും. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള കുട്ടികൾ കുറെ പേര് ചിലര് അത്ര നന്നായി പഠിച്ചില്ലെങ്കിൽ അവർ ഈ സമയത്ത് നന്നായിരുന്നു പഠിച്ചു. ഇപ്പൊ നമ്മളുടെ ജൂനിയേഴ്സ് തന്നെ കഴിഞ്ഞ വർഷം വന്നവരിൽ കുറെ പേര് ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഗ്യാപ്പിൽ ഭയങ്കര നന്നായിരുന്നു പഠിച്ചിട്ട് അവർക്ക് വളരെ നല്ല റാങ്ക് കിട്ടുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ ദിസ് ഇസ് ഗോയിങ് ടു ബി എ വെരി ഇമ്പോർട്ടന്റ് ടൈം. അപ്പോ ഈ സമയത്തും ഫോക്കസ്ഡ് ആയിരിക്കുക, പറയാ സ്റ്റഡീസിന് ബെസ്റ്റ് അറ്റൻഷൻ കൊടുക്കുക, ബെസ്റ്റ് കെയർ കൊടുക്കുക. അപ്പൊ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സിന്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ അപ്രോച്ച് ചെയ്തിട്ട് എപ്പോഴും ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടും ഭയങ്കര ടാർഗറ്റഡ് ആയിട്ടും ഇരിക്കുക, നമ്മളെ ഫൈനൽ ഗോൾ മറക്കാൻ. ഐ ഗെസ് അത്രേ ഉള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക് ഗൈസ്.